ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ദ ടെക് ബ്രോ. നമ്മളിവിടെ കാണാൻ പോകുന്നത് VGR V-933 എന്ന ഹെയർ ട്രിമ്മറാണ്. നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. 756 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 850 രൂപയാണ് എന്നാണ് കാണിക്കുന്നത്, സോൾഡ് ഔട്ട് ആയിട്ടാണ് കാണിക്കുന്നത്. കൂടാണ്ട് VGR ഇന്ത്യ എന്നുള്ള വെബ്സൈറ്റിൽ പോയി ഇന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 949 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ബോക്സ് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ VGRൻ്റെ ഒരു കിടിലൻ ബോക്സ് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രിസിഷൻ ബ്ലേഡിൻ്റെ കാര്യങ്ങളും ബാറ്ററി MAHൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കോഡ്ലെസ് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. കോഡൻ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ലാംഗ്വേജസിനും നമുക്കിവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഹെയർ ട്രിമ്മറാണെന്നുള്ള കാര്യം സ്പെഷ്യലി ഓർക്കുക. ഓൺ ബട്ടൺ പ്രീമിയം ആയിട്ടുള്ള തന്നെ നൽകിയിട്ടുണ്ട്. ഇവിടെ MRP കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 1900 റുപ്പീസാണ് MRP കാണിക്കുന്നത്. യഥാർത്ഥ പ്രൈസ് നമുക്ക് കിട്ടിയ പ്രൈസ് നമ്മൾ പറഞ്ഞു ആദ്യമേ. ബ്ലേഡിൻ്റെയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ ബോക്സിൽ നൽകിയിട്ട് നമുക്ക് വഴിയെ കാണാം. 4 ക്ലിപ്പുകളാണ് തന്നിരിക്കുന്നത്. കൂടാണ്ട് ഒരു ക്ലീനിങ് ബ്രഷും ഓയിലിന് വേണ്ടിയിട്ടുള്ള ഓയിലും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. പുൾ ഔട്ട് ചെയ്യുന്ന രീതിയിലാണ് ബോക്സ് വരുന്നത്. ബോക്സ് തുറന്നു വരുമ്പോൾ തന്നെ നമുക്കൊരു ഗ്ലാസ് കവർ പോലത്തെ ഒരു കവർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ് ആണ് അവിടെ നൽകിയിരിക്കുന്നത്. അവിടെ തന്നെ നമുക്ക് പ്രത്യേകം ഒരു മോൾഡിൽ ഫിക്സ് ചെയ്ത രീതിയിലാണ് നമുക്ക് നമ്മുടെ ട്രിമ്മർ കാണാൻ സാധിക്കുന്നത്. പ്ലാസ്റ്റിക് കവറൊക്കെ ആയിട്ട് കോട്ട് ചെയ്തിട്ട് നല്ല രീതിയിലുണ്ട്. അപ്പോൾ നമുക്ക് ബോക്സിൽ എന്താ ഉണ്ടെന്ന് നോക്കാം. ബോക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് VGRൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻസ് മാനുവൽ അല്ലെങ്കിൽ കാണുന്നുണ്ട്. ഈ മാനുവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് ഇതിന് നൽകിയിട്ടുണ്ട്. കൂടാണ്ട് ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, ഇംഗ്ലീഷ്, ഡച്ച്, അങ്ങനെ പല യൂറോപ്യൻ രാജ്യങ്ങളിലെ ലാംഗ്വേജസ് അടങ്ങിയ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാര്യങ്ങൾ അറിയാം. എങ്ങനത്തെ ബ്ലേഡാണ് ഉപയോഗിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ചാർജിങ്ങിൻ്റെ ഡീറ്റെയിൽസും മറ്റുമാണ് നമ്മുടെ ഈ ഇൻസ്ട്രക്ഷൻ മാനുവലിൽ തന്നിട്ടുള്ളത്. നമുക്ക് സൈഡിലേക്ക് വെക്കാം, ബാക്കി എന്താ നോക്കാം. പിന്നെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ക്ലിപ്പുകളുടെ ഒരു കിറ്റാണ്. പിന്നെ താങ്ക് യു എന്ന് പറഞ്ഞൊരു ഗ്രീറ്റിംഗ് കാർഡും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഓഫറിൻ്റെയും ഇൻസ്റ്റാഗ്രാം പേജുകളുടെയൊക്കെ ലിങ്കും നൽകിയിട്ടുണ്ട് അവിടെ. അതും നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത് VGRൻ്റെ വാറൻറ്റി കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡാണ്. അത് നമുക്ക് സൈഡിൽ 1 ഇയർ വാറൻറ്റിയാണ് നമുക്ക് വരുന്നത്. പ്രൊഡക്റ്റ് ലഭിക്കുന്ന സൈറ്റുകളുടെ പേരുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാണ്ട് നമുക്ക് ട്രിമ്മർ സൂക്ഷിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൗച്ച് നമുക്ക് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു വെൽവെറ്റ് മെറ്റീരിയൽ പോലത്തെ ഒരു മെറ്റീരിയലാണത്. പിന്നെ നമുക്ക് ചാർജറിലേക്ക് ആയിട്ട് വരുന്നത് ഡാറ്റ കേബിൾ ആയിട്ടുള്ളത് C ടൈപ്പ് ഡാറ്റ കേബിളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ചാർജറിലൊക്കെ കൺവീനിയൻ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേബിളൊക്കെ നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതലായി സാധനത്ത് എന്താണുള്ളത്, കിറ്റിലേക്ക് എന്താണുള്ളത് നോക്കാം. 4 ക്ലിപ്പുകളുള്ളത് എന്ന് പറഞ്ഞു. ഒന്ന് പ്രൊട്ടക്ഷൻ ക്ലിപ്പായിട്ട് ട്രിമ്മറിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കൂടാണ്ട് നമുക്കൊരു ബ്രഷ് നൽകിയിട്ടുണ്ട്. ക്ലീനിങ്ങിനും മറ്റുമായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങി ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രഷ് നൽകിയിട്ടുണ്ട്. കൂടാണ്ട് നമുക്ക് ബ്ലേഡ് ഓയിലിംഗ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഓയിൽ നൽകിയിട്ടുണ്ട്. പിന്നെ ക്ലിപ്പ് തന്നിട്ടുണ്ട്. ക്ലിപ്പ് എന്ന് പറയുന്നത് നമുക്ക് 4.5 mm ഒരു ക്ലിപ്പും, കൂടാണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 3 mm ഒരു ക്ലിപ്പുമാണ് ലഭിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 1.5 mm ക്ലിപ്പ്. 3 ക്ലിപ്പുകളാണ് നൽകിയിരിക്കുന്നത്. ടോട്ടൽ നമുക്ക് 4 ലെന്തുകളിലായിട്ട് നമുക്ക് ട്രിമ്മ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഡിഫാൾട്ടായിട്ട് ബ്ലേഡിൽ തന്നെ വരുന്നത് 0.05 എന്നാണ് mm ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ലിപ്പുകളിലും ടൂൾസും നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ട്രിമ്മറിലേക്ക് വരാം. നല്ലൊരു മോൾഡിലാണത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് എടുക്കുമ്പോൾ തന്നെ ഹെവി വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ്. ഈ ഒരു ട്രിമ്മറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് 500 മിനിറ്റ്സ് യൂസ് ചെയ്യാമെന്നുള്ള രീതിയിലാണ്, കോഡ്ലെസ് ആയിട്ട്. അതാണ് ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി തന്നെ. കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ലുക്കുണ്ട്. സൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചെറിയൊരു സൈസാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. 2000 mAh ലിഥിയം ബാറ്ററിയാണ് ഇത് നൽകിയത്, റീചാർജബിൾ. അതുകൊണ്ട് തന്നെ നമുക്ക് കോഡ്ലെസ് ആയിട്ടും കോഡായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പവർ ചാർജ് ചെയ്യുന്നതൊക്കെ നല്ല ഷൈനി ലുക്കാണുള്ളത്. സൈഡിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ, നല്ലൊരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ബട്ടണാണെന്നുണ്ടെങ്കിൽ പോലും നല്ലൊരു ഈസി ടു യൂസ് ബട്ടണാണുള്ളത്. അവിടെ താഴെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ഇൻഡിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പ്രൊട്ടക്ഷൻ കവർ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതൊരു ഹെയർ ട്രിമ്മറാണ്. അതിനനുസരിച്ച് വീതിയും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്, നൈൽ ഫിനിഷിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ട്രിം ഓണാക്കി തന്നെ നമുക്ക് കാര്യങ്ങൾ സ്മൂത്തായിട്ട് റണ്ണായിട്ട് ചെയ്യുന്നതൊക്കെ കാണാം. എന്തൊക്കെ പറഞ്ഞാലും ഈ ട്രിമ്മർ എന്ന് പറയുന്നത് നല്ലൊരു സ്മൂത്താണ്. തൊട്ട് നോക്കിയാൽ പോലും ഒരു ബ്ലേഡിൻ്റെ കുത്തലോ മാന്തലോ ഒന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. എവിടെയെങ്കിലും ഇഞ്ചേർഡ് ആവുന്നു അല്ലെങ്കിൽ ഒരു പിമ്പിൾസ് ബ്രേക്ക് ആവുന്നു ഒന്നും ഫീൽ ചെയ്യില്ല.
ഒരു ഇഞ്ചറീസും ഫീൽ ചെയ്യുന്നില്ല. കൂടാണ്ട് തന്നെ സൗണ്ടിൻ്റെ കാര്യമാണെങ്കിലും വളരെ ചെറിയൊരു സൗണ്ട് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. കൂടാണ്ട് ബാക്കിയുള്ള ട്രിമ്മറുകളെ പോലെ വലിയ വൈബ്രേഷൻസും കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യാനില്ല. ഹാൻഡിൽ ചെയ്യാനൊക്കെ ആണെങ്കിലും വളരെ ഈസിയാണ്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, ബാറ്ററിയുടെ വെയിറ്റ് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. ഓൾറൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിവൈസ് ഒരു അടിപൊളി ഡിവൈസാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പോൾ താങ്ക് യു.